ചായയും കെട്ടിയില്ല, ഒന്നും കെട്ടിയില്ല. അവരിന്ന് വലിയ ഉറങ്ങാണ്. ഇത്രയും നേരമായി, മണി 12 അവര് ചായ ഏതാതെ കിടന്ന് ഉറങ്ങണ്. അവര് അയച്ച ചായ അറിഞ്ഞൂടെ? നല്ല രുചിയുണ്ട്, നല്ല ചായ. ഞാനീ കിടന്ന് ഉറങ്ങാൻ സ്വാതി കിടന്ന് ഉറങ്ങാം. പട്ടി നിനക്ക് ജീവനാണെങ്കിൽ ഓടിക്കോ. രാവിലെ ഒന്ന് ചായ അറിഞ്ഞൂടെ? നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ? അമ്മ ഇന്ന് പണിമുടക്കാണ്, പണിമുടക്ക്, ദേശീയ പണിമുടക്ക്. അതുകൊണ്ട് ഇന്ന് ആർക്കും പോണ്ട. അപ്പൊ പിന്നെ ഞാൻ മാത്രം ഇതിന് വെളുപ്പിന് എണീക്കുന്ന. ദേശീയ പണിയോ? ഓ, ദേശീയ പണിമുടക്ക്. അതായത് എല്ലാ നാടും പണിമുടക്കണം. അപ്പൊ ഇന്ന് വെളിയിൽ വണ്ടിയൊന്നും വെക്കൂടാ, വെളിയിൽ ആരും ഇറങ്ങാൻ പാടില്ല. ഇറങ്ങിയാ ഭയങ്കര പ്രശ്നമാവും. നിങ്ങൾ ഇരി. അതുകൊണ്ട് ഇന്ന് ദേശീയ പണിമുടക്കായോണ്ട് ഇന്ന് സ്കൂളൊന്നും ഇല്ല. സ്കൂളില്ലാതെ ഞാൻ ഇതിന് വെളുപ്പിന് എണീക്കണ. കൊണ്ട് കുറ്റി കിടന്ന് ഉറങ്ങണം. ഓ, ചന്തയിൽ വെക്കൂടെ? പൊക്കൂടാ. ചന്തയിൽ പോയാൽ അവര് നമ്മളെ പിടിച്ചവിടെ കെട്ടി വെക്കും. പോണ വഴിക്കേ കുറെ ആൾക്കാരുണ്ടാവും, അവര് നമ്മളെ പിടിച്ച് കെട്ടി വെക്കും. പിന്നെ നമ്മളതിന് തിരിച്ചു വിടൂല. ഞാൻ പോട്ടെ അങ്ങനെയാണെങ്കിൽ. വേണ്ട, ഞാൻ പോവാ. അമ്മ ഞാൻ എന്തിനൂടെ വരണ? എന്നെ അവരെ പിടിച്ച് കെട്ടി വെക്കിട്ട്. ഒക്കൂല. ഞാൻ ഇപ്പൊ എന്തിന്? ഞാൻ പോണെന്നാലും ചന്തയിൽ ഇപ്പൊ നിങ്ങൾക്ക് മീനല്ലേ ആവശ്യം. ഞാൻ പോയാ എന്ത്, ഞാൻ വന്നാലെന്ത്? വെളിയിറങ്ങിക്കൂടെങ്കിൽ പിന്നെ പെയ്യാല്ല. അവിടെ ഇരിക്കും. കൊന്നക്കം പോലെ കയറി നിക്കണെന്തിന്? കൊച്ചു കിടന്ന് ഉറങ്ങുന്നത്. ഓ, നിങ്ങൾ കണ്ടില്ലേ? കൊച്ചെണീറ്റില്ല, ആരും എണീറ്റില്ല. നിങ്ങളെ മുതുക്ക് മോൻ പോലും നേരത്തെ എണീറ്റത്, കുറച്ചു മുമ്പെയാണ് എണീറ്റത്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് അപ്പൊ ചിന്തിച്ചൂടെ? ആരെ സ്കൂളിലൊന്നും പോണില്ലെങ്കിൽ അപ്പൊ ഇന്ന് അവധി ആയിരിക്കും എന്ന് അറിഞ്ഞൂടെ? ഞാൻ പള്ളിക്കൂടത്തിലൊന്നും പോകാത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടാ. ഓ, പള്ളിക്കൂടത്തിൽ പോയിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാം അങ്ങ് അറിയായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പലയിടത്തും പോണം. ഒരു കടയോട് തന്നെ പോണം. കടയിൽ പോയപ്പോഴൊക്കെ കാലില് കയ്യിലൊക്കെ സ്പാർക്ക് കിട്ടിയല്ല. പണ്ട് ഈ അമ്മ കടയിൽ വിടാൻ ഞാൻ മടിക്കുന്നതിന്റെ കാര്യം എനിക്ക് തോന്നുന്നു നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഈ അമ്മയ്ക്ക് പേരൂർക്കട ഹോസ്പിറ്റലിൽ അന്ന് ഒറ്റയ്ക്കാണ് ഗുളിക വാങ്ങാൻ പോണേ. ബുക്ക് കൊടുത്തോണ്ട് ഒറ്റയ്ക്ക് ഗുളിക വാങ്ങാൻ പോകും. അങ്ങനെ ഒരു സൂക്കേടുണ്ടായിരുന്നു. എന്നിട്ട് ഗുളിക തിന്നോ? അതുമില്ല. ഇഷ്ടമുള്ള ഗുളികൾ തിന്നും, ഇഷ്ടമുള്ള ഇല്ലാത്ത തിന്നൂല. ഫിക്സിന്റെ മാത്രം തിന്നും. ഇല്ലെങ്കിൽ അറിയാം ഫിക്സ് വരുമെന്ന് അറിയാം. അങ്ങനെ പേരൂർക്കട ഗുളിക വാങ്ങാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഏതോ ഒരു ദുഷ്ടൻ കാലിക്കൂടെ കാറ് കയറ്റി. അപ്പം ഉറപ്പായിട്ടും ഓട്ടിക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും. ഇനി അറിഞ്ഞില്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരു പക്ഷെ ഇനി അറിഞ്ഞില്ലെങ്കിൽ, അതുകൊണ്ട് ഞാൻ ദുഷ്ടൻ എന്നുള്ള വാക്ക് തിരിച്ചെടുക്കുന്നു. പക്ഷെ കാലിക്കൂടെ കാറ് കയറി. പേരൂർക്കട വെച്ചിട്ടാണേ. ഇവര് വീട്ടിൽ വന്നിട്ട് കിടക്കണം. അപ്പൊ അന്ന് ചേട്ടൻ ആഹാരം കൊണ്ടുവരും. രാവിലെയും ഉച്ചയ്ക്ക് തിന്നൂലല്ല, രാവിലെയും വൈകുന്നേരവും ആഹാരം കൊണ്ടുവരും. അങ്ങനെ വൈകുന്നേരം ആഹാരം കൊണ്ടുവരാനായിട്ട് വന്നപ്പം പതിവില്ലാതെ ഒരിടത്ത് തന്നെ ഇരിക്കണം. അങ്ങനെ ചേട്ടൻ എണീറ്റ് സാധാരണ ചേട്ടൻ ആഹാരം കൊണ്ടുവരുമ്പോഴത്തേക്ക് എടുത്ത് അകത്ത് കൊണ്ടുവന്ന് വെക്കും. അപ്പൊ അന്ന് അങ്ങനെ വച്ചൊന്നുമില്ല. അപ്പൊ ചേട്ടൻ പിന്നെ എനിക്ക് പോന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് കാല് ചേർക്കാന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നൊന്നും പറയൂല, മൂഡ് നോക്കിയേ പറയുള്ളൂ. അങ്ങനെ ചേട്ടൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് വെച്ചപ്പം കാലുത്ര ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെടുത്ത് അങ്ങനെ എന്നെ പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ വന്ന് പേരൂർക്കട ആശുപത്രിയിൽ കൊണ്ടുപോയി. പേരൂർക്കട ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്കും വിരൽ ഫുള്ളും പൊട്ടല്, 5 വിരലും പൊട്ടല്, 5 വിരലും പൊട്ടല്. അതോ നീരോ ഇത്രയുണ്ടായിരുന്നു, മന്ത് വരുന്ന മാതിരി. അങ്ങനെ പിന്നെ കുറേ നാള് പ്ലാസ്റ്റർ ഇട്ട് ഇത് അടങ്ങിയിരിക്കൂ. സാധാരണ നമ്മൾ കാലക്കിൽ പ്ലാസ്റ്റർ ഇട്ട് നമ്മൾ ഒരിടത്ത് അനങ്ങാണ്ടിരുന്നാലല്ലേ എല്ലാം ഊറി പിടിക്കുള്ളൂ. ഇത് അടങ്ങിയിരിക്കോ? ഇത് അതും ഇല്ല, ചുമ്മാ നടക്കും. ആ കാലും പ്ലാസ്റ്റർ ഇട്ട് പെയിൻ കില്ലറൊക്കെ കഴിക്കുന്നോണ്ട് വേദന അറിയൂലല്ല, അതും കൊണ്ട് ചവറ് ഉറക്കാൻ നടക്കുമായിരുന്നു.
എത്ര കാലം എടുത്തായാലും ഊറി പിടിക്കാം വീണ്ടും. എന്നിട്ടാ അതിലും വലിയ തമാശ, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ ഓക്കെ ആയല്ല. അപ്പൊ അമ്മയ്ക്ക് ഭാരം തോന്നും. ആ പ്ലാസ്റ്ററിനെ ഊരിക്കളയും. അടുത്ത് വീണ്ടും നീര് കയറും. വീണ്ടും നമ്മൾ കൊണ്ടുവന്ന് പേരൂർക്കട പോകും. അങ്ങനെ ഒരു 4-5 തൊട്ടായപ്പോഴത്തേക്കും ഡോക്ടർ വഴക്ക് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് അറ്റൻഡർ, അന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു അറ്റൻഡർ ആയിരുന്നു. പുള്ളിക്കാരമ്മയെ കണ്ട ഉടനെ, ഈ വീഡിയോ ആള് കാണണമെങ്കിൽ മനസ്സിലായി, കണ്ട ഉടനെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞ്, സാറേ ഇതിനി വീണ്ടും വരുമെന്ന്. ആ മുതലാണ് ഇനി ഇത് വീണ്ടും വരുമെന്ന്. കാര്യം അമ്മ ഊരിക്കളയും തന്നെ. അമ്മ ചൊവ്വാഴ്ച ഇതൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. കാലില് പ്ലാസ്റ്റർ ഇട്ടതും നിങ്ങൾ ഇളക്കി കളഞ്ഞെന്ന് ഓർമ്മയില്ലേ? ഓർമ്മയില്ലേ? ഞാൻ അതൊക്കെ മറന്നുപോയി. മറന്നുപോയാ? ഞാൻ മറക്കൂല. ഞാൻ അങ്ങനെ വന്ന വഴി മറക്കുന്നവളല്ല. ചെവിടെ എത്രയും അമ്മ മുള്ളു. ചെവിട്ടി അത്രയും നുള്ളി അമ്മ. അമ്മയാ? അതെന്തിന്? അവര് വാന്തി മുറിച്ച് വെക്കണേന്ന് ചെവിടെ അത്രയും. അപ്പൊ ഇതൊക്കെ അമ്മ വാന്തി മുറിച്ചാണോ? മിനിഞ്ഞാന്ന് വന്നു വാന്തിയോ? നമ്മളമ്മ മിനിഞ്ഞാന്ന് വാന്തി മുറിച്ചാ? നമ്മളമ്മ മരിക്കും മുമ്പേ. അപ്പൊ ആ പാടാണ് ഈ കാണുന്നത്. അതാണ് ഇവിടെ ഈ കാണുന്ന അടയാള. അതിപ്പോ പോയല്ല, ഇപ്പൊ എണ്ണയൊക്കെ തേച്ച് പോയല്ല, സുന്ദരിയായില്ല. അതാണ് ഈ മുഖം. എല്ലാരും പറയണ നിങ്ങൾ സുന്ദരിയായെന്ന്. നിങ്ങളിപ്പോ ഭയങ്കര സുന്ദരിയെന്ന്. ആളുകൾ പറയും. കണ്ണെന്നിപ്പോ ഭയങ്കര സുന്ദരി, നിങ്ങളെ കാണാൻ നല്ല ചന്തം ഉണ്ടെന്ന് പറയുന്നു. പെണ്ണുങ്ങൾ വരണം സുന്ദരിയായിരിക്കണമെങ്കിൽ. പെണ്ണുകാട് വന്നാലേ പറ്റുള്ളൂ. ഞാനാണ് പെണ്ണ്, അല്ല വേറെ ആരും അല്ല. നിങ്ങളെ മോ പോലെ വെളുക്കണം. എന്റെ മോ നമ്മ വെളുക്കണത് അത് ജന്മനാ കിട്ടണ കളറാണ്. നമ്മളത് ക്രീം ഇട്ടാലൊന്നും വെളുക്കൂല. വെളുപ്പെന്ന് പറഞ്ഞാൽ ജന്മനാ. നമ്മളിപ്പോ ഞാൻ ജനിച്ചപ്പോഴേ ഞാൻ ഈ കളർ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഈ കളർ ഇരിക്കുന്നത്. അതിനിപ്പോ മാറൂല. കൂടിപ്പോയാൽ വെയിലുകൊണ്ട് നമ്മളെ മുഖവും കൈയൊക്കെ കറുക്കുമായിരിക്കും. എന്നാലും നമ്മളെ ബാക്കി വെയിലുള്ളാത്ത ഭാഗമൊക്കെ നിറം കാണും. പിന്നെ നിങ്ങൾ ജനിച്ചപ്പോഴേ ഈ കളറായതാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് വെളുക്കൂല. പകരം നമ്മൾ ഇപ്പൊ ഈ പാടൊക്കെ പോയില്ലേ, മുഖത്തെ പാടുകളൊക്കെ പോയതുപോലെ പാടൊക്കെ കളയാം. അത്രേ ഉള്ളൂ. അല്ലാണ്ട് കറുത്തയാള് പിന്നെ വെളുക്കും. അത്രയും മരുന്നുകളൊക്കെ ചെയ്താൽ ചെയ്യാം. നമ്മൾ എന്തിനു മരുന്നൊക്കെ ചെയ്തപ്പോ വെളുക്കണ? എന്തിനും ഒരു ഗുണം ഉണ്ടെങ്കിൽ ദോഷമുണ്ട്. മനസ്സിലായ? ഈ കെമിക്കൽ മരുന്നിനൊക്കെ അതിൻ്റെതായ ദോഷങ്ങളും കാണും. അതിപ്പോഴും അറിയൂല. ഇപ്പൊ നമ്മൾ വെളുക്കാനൊക്കെ കയറി വേറെ എല്ലാം ചെയ്തു വെക്കും. കുറെ കാലം കഴിഞ്ഞ് നമ്മൾ ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ് എല്ലാം കൂടെ ഒരുമിച്ച് വരണത്. അപ്പോഴാണ് നമ്മൾ അനുഭവിക്കാൻ പോണേ. ഇപ്പൊ നിങ്ങൾ മരുന്നുകൾ കഴിക്കുന്നതിന്റെ സൈഡ് എഫക്റ്റ് കണ്ടാ നിങ്ങൾക്ക്? അതുപോലെ തന്നെ ഞാൻ പോയി ജോലിയൊക്കെ ചെയ്യണ്ട. ആരെ ജോലിയൊന്നും ആയില്ല. കിലുങ്ങുന്നു. കുഞ്ഞു ഉടുപ്പിടാതെ എണീറ്റ് വന്നപ്പോ ഞാൻ പോയി ഉടുപ്പിടാൻ പറഞ്ഞിട്ട് വന്നേനെ പറയണ ഉടുപ്പിടാത്ത അഴുക്കപ്പെണ്ണ്. ഉടുപ്പ് ഏതെങ്കിലും ചെറിയ ഓടി ഉടുപ്പ് എടുത്ത് ഇട്ടാലും ഞാൻ മറിച്ച് നടക്കുള്ളൂ. നിങ്ങക്ക് അവനെയാണോ ഇഷ്ടം, കൊച്ചിനെയാണോ ഇഷ്ടം? കൊച്ചിനാണ്. നന്ദനെയാണോ ഇഷ്ടം? എവളെ ഇഷ്ടമല്ലേ? എല്ലാരെയും വാണ്ടി എല്ലാരെയും ഇഷ്ടമുണ്ട്. പിന്നെ എല്ലാരും പറയണ നിങ്ങൾക്ക് നന്ദൻ കൂടിയാണ് കൂടുതൽ ഇഷ്ടം, എവളോട് അത്ര ഇഷ്ടമില്ലെന്ന്. ഇത് പറയാനൊന്നും അറിഞ്ഞൂടാ. എന്താ നമ്മൾ പറയാൻ വേണ്ടത് വാക്കൊന്നുമല്ല. പറയണോന്ന് അവൻ പറയണ മനസ്സിലാവോ? പറയണ മനസ്സിലാവും. ഇവള് പറയണ മനസ്സിലാവണല്ലേ? എവിടെ പറയണ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത? എനിക്ക് അറിഞ്ഞൂടാ. മാലാത്തറ കരുതി കിടക്കണം. ഇതാര് വാണത്? എന്റെ ചുണ്ടര് ഉപ്പൊക്കെ ഇട്ട് വണ്ണല്ല സീമാട്ടി ചിലയുടെ അച്ഛൻ വിളിക്കുന്നു. ഇതെന്റെ അയ്യോ എന്തൊരു പറ്റുമോ എന്തോ പിടിച്ചൊക്കെ ഇരുത്തി. ഗ്ലാസ് അങ്ങ് തറയിൽ വയ്യമ്മ. എന്തൊരു പറ്റുമോ എന്തോ പിടിച്ചൊക്കെ ഇരുത്തി. അയ്യോ ഞാനിത് എന്ത് കാണുന്നു ഭഗവാന്. അത് പേടിച്ചിരിക്കണം. ചമ്മ പിടിച്ചിരുത്തിയ അത്ഭുതം തോന്നുന്നോ? അയ്യോ അടുത്തത് വന്ന് യോ വന്നിരുന്നപ്പോ ഞാന് അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടും പോലെ ആടിപ്പോണേ. മുടുക്കൻ. എടാ ആരോഗ്യമില്ലാത്ത സ്റ്റൂളാണ്. നീ കൂടെ വന്നിരുന്ന് പൊടിഞ്ഞ് രണ്ടും കൂടെ തറയിരിക്കും. പല്ലും തേക്കാതെ എണീറ്റ് വന്നിട്ട് കോട്ടവായിട്ട് കൊടുത്ത് സ്റ്റൂളോടി.
അവിടെ സ്നാപ്പറുകളെ തകർക്കണ്. എന്ത് പറ്റിയോ എന്തോ രാവിലെ കൊച്ചിന് പേടിയായി. ഉടുപ്പില്ലേ? പിന്നെ ഒരു ചായയിൽ കുടിച്ചുകൊണ്ട് അങ്കമാടി പോകണല്ലേ? അങ്കമാടി ഇല്ലമ്മ, അങ്കമാടിയും ഇല്ല. ഇന്ന് ഭയങ്കര സജ്ജങ്ങളായിരിക്കും തന്നെ. ഭയങ്കര ശല്യങ്ങളായിരിക്കും അല്ലേ? ഇന്ന് ഭയങ്കര സജ്ജങ്ങളായിരിക്കും. പറഞ്ഞാ കേക്കൂലല്ലേ? അന്ന് മറ്റേ ഊരിയല്ലേ ഹലോ ഗൈസ് പറഞ്ഞോ, ഇവിടെ കേക്കും എല്ലാരും. ഹലോ ഗൈസ്. ഇടയ്ക്ക് ഉള്ള 1-2 വീഡിയോസിൽ പിള്ളേരില്ലായിരുന്നു. അപ്പം എല്ലാരും ചോദിച്ചു പിള്ളേരെവിടെയെന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് അടുത്ത വീഡിയോ എടുക്കുമ്പോ പിള്ളേരെ കാണിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴാണ് ദേശീയ പണിമുടക്കിന് അമ്മ സീനുമായിട്ട് വന്നത്. അപ്പൊ പിന്നെ വിചാരിച്ചു ഇന്നെങ്കിൽ ഇന്നെന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കാൻ സമയം കിട്ടണില്ല ഇപ്പം. അഥവാ കിട്ടുന്ന സമയത്താണ് എടുക്കണതേ. അപ്പം പിള്ളേര് കാണൂല, ഇവര് സ്കൂളിൽ പോവും. ഹലോ ഗൈസിനോട് പറ. ഹലോ ഗൈസ്, ഇന്ന് എന്നെ അങ്കൻവാടി വിടൂല. പറ. അങ്കൻവാടി ഇന്ന് ഞാന് വീട്ടിലിരിക്കുവാണ്. നേരെ നിന്ന് പറയില്ലെങ്കിൽ അങ്കൻവാടിയിലാക്കും. നേരെ നിന്ന് പറഞ്ഞില്ലെങ്കിൽ അങ്കൻവാടിയിലാക്കും. പറ. അച്ചാമ്മ എന്നെ മടിയിലിരുത്തി. അച്ചാമ്മ എന്നെ എടുത്ത് മടിയിൽ വെച്ചു. ഗൈസ് പറ. ഇതിന് മുടി വളച്ചേക്കുള്ള എണ്ണയല്ലേ? ആരൊക്കെ? ഈ കൊച്ചിന്. അവക്ക് തേക്കന്നല്ല, അവക്ക് മുടി ഉണ്ടല്ലോ അമ്മ. ഇത്രയും മുടിയില്ലേ ഈ പ്രായത്തിൽ? ഈ മുടി മതി അവക്ക് തേക്കന്നെ. വളരെ ഇത് മതി. ഈ അവളെ ഞാൻ വെട്ടിയതാണ് ഇപ്പം. വെട്ടിയതാ? ഓ, അവക്ക് ഞെറ്റം വരെ ഉണ്ടായിരുന്നു. ഞാൻ വെട്ടിയതാണ് ഈ മുടി. ഇപ്പം മുടി ഉണ്ട് അവക്ക്. എല്ലാത്തിനും വെട്ടിക്കളയും. കുറച്ച് വെട്ടും, ഒരുപാട് വെട്ടൂല. ഞാൻ പിള്ളേർക്ക് ചായ കൊടുക്കട്ടമ്മ കേട്ടാ. നന്ദൂസ് പോയി പല്ല് തേച്ചിട്ട് വാ. കുഞ്ഞു പോയി പല്ല് തേച്ചിട്ട് വാ. ചായ തരാം. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് പല്ല് തേച്ച് ചായ കുടിച്ചിട്ട് അടുത്ത് വീണ്ടും വരാം. അങ്ങനെ നമ്മുടെ പണിമുടക്ക് ദിവസം വീട്ടിൽ തകൃതിയായി പണിമുടക്ക് നടക്കുന്നു. പണി നടക്കുന്നു. കാണുന്നവർ വിചാരിക്കും നിങ്ങളുടെ പെയിന്റടി ഇതുവരെയും തീർന്നില്ലേ മനുഷ്യാന്ന് വിചാരിക്കും കേട്ടാ. പെയിന്റടിയൊക്കെ തീർന്നു ഗൈസ്. പക്ഷെ ഒരു കോട്ടും കൂടെ ഈ ഭാഗത്താക്കാനുണ്ടായിരുന്നു ഗൈസ്. മിനുക്ക് പണി. ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ നമ്മളുടെ പുതിയ കിച്ചൺ കിട്ടിയില്ലേ, അതിന് അച്ഛൻ രാവിലെ പെയിന്റ് അടിക്കുകയാണ്. അതാണ് ഇപ്പോൾ കാണിച്ചത്. രാവിലെ നമ്മൾ പെയിന്റ് അടിച്ചു. പിന്നെ കുഞ്ഞീര പണി തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞീര iPhone 17 Pro Max ആണിത്. ഇതില് വാട്സപ്പ് ആകാണ്ട് ഉണ്ടാകുന്നത് എനിക്കറിഞ്ഞൂടാ. ഫോണെന്ന് പറഞ്ഞിട്ട് നടക്കും. പിന്നെ അവള് എനിക്ക് അങ്ങനെ മാറ്റർ. അച്ഛൻ പെയിന്റ് അടിക്കുകയാണ്. കുഞ്ഞീര ജോലി പണി ഉണ്ടാക്കി തരുന്നു. അത് കുഞ്ഞ് നന്നായിട്ട് ചെയ്യും. പിന്നെ എനിക്ക് വൈകിട്ട് ജോലിയുണ്ട്, അറിയാമല്ലോ, തൂക്കുക. ഇതിനൊന്നും ചെയ്യണം പണിയല്ല, വൈകിട്ട് തൂക്കണം. പിന്നെ വൈകിട്ട് സമയം കിട്ടുകയാണെങ്കിൽ അമ്മേരുന്ന് മീൻ എടുത്ത് തിന്നുക. ഞാൻ വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്ന ഉടനെ മീൻ തീറ്റയാണ്. വീട്ടിലെ മീൻ തീറ്റക്കാരനാണ് ഞാൻ. പിന്നെ ഉന്നത്തേര iPhone 17 Pro Max 2 പ്രാവശ്യം പൊട്ടി. ഇത് 3ാമത്തെ iPhone 17 Pro Max ആണ്. അടുത്ത് യാതൊരു പ്രാവശ്യം വാങ്ങിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് നമ്മൾ കാലത്ത് എണീച്ചുടനെ ഒരു സംഭവം നടന്നു. ഞാൻ നോക്കുമ്പോൾ നമ്മളെ ഹണിക്കുട്ടൻ കിടന്നുറങ്ങണം. ഞാൻ ചെന്ന് വിളിച്ചോണം ഹണീനെ. ഹണി
നക്കാൻ പറഞ്ഞ്. എന്നാ പഴങ്കഞ്ഞിയും മീനും കുടിച്ചിട്ടാണ് പോയത്. ഉടനെ എൻ്റെ കൈ നക്കി. പിന്നെ ഞാൻ കൈ തരുമെന്ന് ചോദിച്ചപ്പോൾ കൈ തന്നു. വീണ്ടും നക്കി, വീണ്ടും കൈ തന്നു. വീണ്ടും നക്കി, വീണ്ടും കൈ തന്നു. അങ്ങനെ കുറച്ചടിക്കണ്ട. പിന്നെ അച്ഛൻ പെയിന്റ് അടിക്കുമ്പോ അതിന്റെ കൂടെ പെയിന്റ് അടിക്കൽ എൻ്റെ ജോലിയാണ് കേട്ടോ. അതിൽ ഞാൻ എന്നും പെയിന്റ് അടിക്കാറുണ്ട്. മീൻസ് അച്ഛൻ്റെ കൂടെ എന്ന് മാത്രം. അച്ഛൻ പെയിന്റ് അടിക്കുമ്പോൾ ഞാൻ ഒരു ബ്രഷ് ചോദിച്ച് ഞാനും കുറച്ചങ്ങ് അടിക്കും. എനിക്ക് പെയിന്റിങ് ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഞാൻ വലുതാകുമ്പോൾ പെയിന്റിങ് ചെയ്യൂല. എനിക്ക് വേറെ എയിമൊക്കെ ഉണ്ട് അല്ലേ അമ്മ? എന്നാൽ IPS ആവണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്തൊക്കെയാണ് പറഞ്ഞ IPS ആവാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഡോക്ടർ പിടിച്ചു. ഡോക്ടർ അമ്മയുടെ ആഗ്രഹമാണ് കാർഡിയോളജിസ്റ്റ് ആവണമെന്ന്. എന്തുകൊണ്ടാ കാർഡിയോളജിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ജനിച്ചപ്പോൾ പോയി കിടന്നത് അവിടെയാണ്. അവിടെ നിന്നാണ് ഞാൻ വന്നത്. പിന്നെ വേറൊരു കാരണം കൂടി ഉണ്ടല്ലോ കാർഡിയോളജിസ്റ്റ് ആവാനുള്ള ആഗ്രഹം. ഒരു മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനം നിൽക്കുമ്പോൾ അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് കാർഡിയോളജിസ്റ്റ് ആണെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള. ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ കയ്യിലാണ് ഒരു ഗ്രഹത്തിൻ്റെ പ്രവർത്തനം. ഇന്നലെ നമ്മൾ കുളത്തിനടിയിൽ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ പോയായിരുന്നു. അവിടെ നിന്ന് നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയ കുളം കാണാം. അതിൽ ഒരു 10-20 ആമക്കുട്ടന്മാരും ഉണ്ട്. പിന്നെ കൊക്കമ്മാവന്മാരും അവിടെ സ്ഥിരമാണ്. അവിടെ നേരെ പോകുമ്പം കൃഷ്ണൻ്റെ അവിടെ അല്ലേ, കൃഷ്ണൻ്റെ അവിടെയാണ് പശുക്കൾ. ആ പശുക്കളെ കണ്ടതിൽ ഒരു പശുവിൻ്റെ കൊമ്പ് ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ വലുപ്പവും എൻ്റെ പൊന്നോ, ഒരെണ്ണത്തിനെ തൊട്ട് നോക്കി നല്ല സുഖമാണ്. ഇന്നലെ അമ്പലത്തിൽ പോയ കാര്യം പറയണം. അപ്പം അവിടെ ശിവന്റെ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഐഫോൺ പ്രോ മാക്സ് പൊട്ടിയിരിക്കുന്നു. പുതിയ ഐഫോൺ വാങ്ങാൻ നമ്മൾ പോവുകയാണ്. ഐഫോൺ അവിടെ ശിവ വിഗ്രഹത്തിന്റെ മുമ്പിലായിട്ട് തന്നെ വിഗ്രഹത്തിന്റെ മുമ്പിലായിട്ട് തന്നെ നമ്മളാ നന്ദീശ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ട് നന്ദീശന്റെ ചെവിയിൽ എന്ത് പറഞ്ഞാലും നടക്കുമെന്ന്. ഞാൻ 3 ആഗ്രഹങ്ങൾ പറഞ്ഞു. അപ്പം എനിക്ക് നല്ല സന്തോഷമായി. അച്ഛാമ്മ അവന് കിട്ടിയാ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, അവധി കിട്ടിയാ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ രാത്രി തന്നെ അച്ഛാവരെ ഹോബി എന്താണെന്നറിയോ? എണീച്ച് വരും, കുഴമ്പ് ചോദിക്കും. കുഴമ്പ് മീൻസ് പേസ്റ്റ് ചോദിക്കും. പേസ്റ്റ് ചോദിച്ച് പല്ല് വെച്ച് ചായ കുടിക്കും. എന്നിട്ട് ആഹാരം കഴിക്കും. എന്നിട്ട് ചവർ പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പുണ്ടല്ല ആ ചിരിച്ച് തത്തും. ഇവർ നേരത്തെ 8 മണിക്ക് ചെന്ന് കിടന്നു. എന്നിട്ട് 11 മണിയായപ്പോൾ നമ്മളടുത്ത് വന്ന് പറയുന്നു പെണ്ണ കുഴമ്പ് വരും, പേസ്റ്റ് വരെ ഒരു ഉറക്കവും കഴിഞ്ഞ് വന്നത്. ഇവർക്ക് ഉറക്കമില്ല. ഗൈസ്, കുഞ്ഞൊരു iPhone 17 Pro Max ആണ് ഈ കിടക്കുന്നത്. നല്ല Pro Max അല്ലേ? ഉണ്ടോ? നീ അങ്ങനെ വയ്ക്കുമെന്ന് ദൈവം തമ്പുരാനെ. കുഞ്ഞി ഹലോ ഗൈസ്, നമ്മൾ ഉറങ്ങുന്നു ഗൈസ്. പറ. ഒരു ഭൂകമ്പം ഉണ്ടാക്കിയിട്ട് എണീച്ചിരിക്കുന്നു. കുഞ്ഞീര് ഇത് iPhone 17 Pro Max അല്ലേ കുഞ്ഞി? ഞാൻ സംസാരിക്കാം.